കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ സംശയം വന്നതാണ് നമ്മൾ കേരളത്തിലേക്ക് ഒരു വണ്ടി റീ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുന്നത്തെ ടാക്സ് തിരിച്ചു കിട്ടുമോ എന്നുള്ളത്. യഥാർത്ഥത്തിൽ ആ എമൗണ്ട് നമുക്ക് തിരിച്ചു കിട്ടുന്ന എമൗണ്ട് ആണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഹരിയാനയിൽ ഒരു വെഹിക്കിൾ എടുക്കാം. ഹരിയാനയിൽ നിന്ന് നമ്മൾ ഒരു വണ്ടി കേരളത്തിലേക്ക് കൊടുന്ന് റീ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് മുന്നത്തെ എമൗണ്ട് റീഫണ്ടിന് വേണ്ടി ഹരിയാനയിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു വണ്ടിയുടെ ഒരു ലൈഫ് ടൈം ടാക്സ് വരുന്നത് 15 വർഷത്തേക്കാണ്. നമ്മൾ 2020 വണ്ടി അവിടുന്ന് പർച്ചേസ് വിചാരിക്കുക. ആ വണ്ടി ലൈഫ് ടൈം ടാക്സ് വന്ന് 2035 വരെയാണ്. അപ്പോൾ ഇപ്പോൾ പ്രസന്റ് 2026. ഇനി നമ്മൾ അടയ്ക്കേണ്ടത് 9 വർഷത്തെ ടാക്സ് ആണ് നമ്മൾ കേരളത്തിൽ അടയ്ക്കേണ്ടത്. ആ 9 വർഷത്തെ ടാക്സ് റോഡ് ടാക്സ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് അതേ സമയത്ത് തന്നെ ഹരിയാനയിൽ എത്ര ആ 9 വർഷത്തെ ടാക്സ് അടച്ചിട്ടുണ്ടാവുമല്ലോ ആ എമൗണ്ട് റീഫണ്ടിന് വേണ്ടി നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അതിന് നമുക്ക് വേണ്ട പേപ്പേഴ്സ് ഒരു ഏകദേശം 6 പേപ്പറാണ് വേണ്ടല്ലോ. നോർമലായിട്ട് ഒരു 6 പേപ്പറാണ് വേണ്ടല്ലോ. ഉദാഹരണം കേരളത്തിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത സർട്ടിഫിക്കേഷൻ, അതുപോലെ കേരളത്തിലെ റോഡ് ടാക്സ് എമൗണ്ട്, പഴയ RC, NOC സർട്ടിഫിക്കേഷൻ, ഒരു അപേക്ഷ, ഒരു ബാങ്ക് അക്കൗണ്ട്. ഇതിൻ്റെ മെയിൻ നെഗറ്റീവ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അറിവിൽ ഏകദേശം 10% താഴെ ആൾക്കാർ മാത്രമേ ഈ എമൗണ്ട് ക്ലെയിം ചെയ്തെടുത്തിട്ടുള്ളൂ. കാരണം അതിന് വെയിറ്റിംഗ് പീരീഡ് കൂടുതലാണ്. പിന്നെ നമ്മൾ വണ്ടി എടുക്കുമ്പോൾ തന്നെ ഒന്നെങ്കിൽ ആ എമൗണ്ട് ഡീലറോ കസ്റ്റമറോ ക്ലെയിം ചെയ്തിട്ടുണ്ടായിരിക്കും. അവർ വണ്ടി എടുക്കുമ്പോൾ തന്നെ മെൻഷൻ ചെയ്യുക ആ എമൗണ്ട് അവർക്ക് വേണം എന്നുള്ളത്. അതുപോലെ പിന്നെ ഓതറൈസ്ഡ് ഡീലേഴ്സിൻ്റെ കാര്യം പറയേണ്ടത് അവരുടെ പ്രോഫിറ്റായിട്ട് അവർ കാണുന്നതാണ്. ആ എമൗണ്ട് എന്തായാലും അവർ തന്നെ ക്ലെയിം ചെയ്യും. എന്തായാലും നമ്മളൊരു വണ്ടീനെ എടുക്കാം, അതർ സ്റ്റേറ്റ് വണ്ടി എടുക്കുമ്പോൾ ജസ്റ്റ് ഡീലറോടോ കസ്റ്റമറോടോ നമുക്ക് ചോദിച്ചു നോക്കാം. കാരണം നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ കേരളത്തിൽ നടക്കുന്ന ടാക്സിൻ്റെ ഏകദേശം പകുതിയോളം എമൗണ്ട് നമുക്ക് റീഫണ്ട് കിട്ടുന്നതാണ്.